അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അങ്ങനെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കൂടെ ഇന്നലെ പറഞ്ഞത് ഭക്തിയുള്ള നിസ്കാരം എന്ന കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ട് കുറേ സംഭവങ്ങൾ നമുക്ക് പരിശോധിച്ച് നോക്കിയാൽ കാണാൻ കഴിയും. അള്ളാഹുവിൻ്റെ മഹാന്മാർ അവർ കാണിച്ചു തന്നതുപോലെ നമുക്കും തുടർന്ന് കൊണ്ടുപോകാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അബ്ദുല്ലാഹിൽ യാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു ചരിത്രം നമുക്ക് നോക്കാം. അള്ളാഹുവിനോട് അസാധാരണമായ ബന്ധമുള്ള ഒരു മഹാൻ അദ്ദേഹത്തിന് ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ കാലിന് പുഴുക്കുത്ത് ബാധിച്ചു. പുഴുക്കുത്ത് ബാധിച്ചപ്പോൾ ആ നാട്ടിലെ പ്രശസ്തരായ ഡോക്ടർമാർ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് അദ്ദേഹത്തെ പരിശോധിക്കാൻ വന്നു. പരിശോധിച്ചു കൊണ്ടിരിക്കെ ആ ഡോക്ടർമാർ അദ്ദേഹത്തിൻ്റെ ഉമ്മയോട് പറഞ്ഞു, ഈ കാല് മുറിച്ച് മാറ്റിയിട്ടില്ലെങ്കിൽ ഇദ്ദേഹം മരിച്ചു പോകും, അതുകൊണ്ട് ഈ കാല് മുറിച്ച് മാറ്റണമെന്ന്. നാം ചിന്തിക്കുക, ബഹുമാനപ്പെട്ടവരെ സംബന്ധിച്ച് ഉമ്മ പറയുകയാണ്, മുറിച്ച് മാറ്റുന്നതിന് കുഴപ്പമില്ല, പക്ഷേ ഇപ്പം വേണ്ട, മറിച്ച് അവൻ നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചാൽ നിങ്ങൾ അവൻ്റെ കാല് മുറിച്ചു കൊള്ളുക, എങ്കിൽ അവനത് അറിയുകയില്ല എന്ന് ആ ഉമ്മ വൈദ്യന്മാരോട് പറയുകയും, അങ്ങനെ വൈദ്യന്മാർ അദ്ദേഹം നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നത് വരെ കാത്തു നിൽക്കുകയും അദ്ദേഹം നിസ്കാരത്തിലേക്ക് പ്രവേശിച്ച ശേഷം ഉമ്മയുടെ സമ്മതപ്രകാരം ആ മഹാൻ്റെ കാല് അവർ മുറിച്ചു മാറ്റുകയും ചെയ്തു. പക്ഷേ മഹാനവറുകൾ നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടി കഴിയുന്നത് വരെ ഈ നടന്ന സംഭവങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലെന്ന് പറയുമ്പോൾ എത്രമാത്രം ഭക്തിയാണ് ആ മഹാനുണ്ടായത്. കാല് ശരീരത്തിൽ നിന്ന് വേർപ്പെടുത്തിയിട്ട് ആ മഹാൻ അറിഞ്ഞിട്ടില്ലെങ്കിൽ അതല്ലയോ നിസ്കാരം? നാം ഇങ്ങനെ നിസ്കരിക്കുന്നു എന്ന പേരിൽ ഒരു കാട്ടിക്കൂട്ടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതല്ല ഒരു മുഅ്മിൻ ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, യഥാർത്ഥ ഈമാൻ നമ്മിൽ നിന്നോ പിറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു ശരിക്കും മുഅ്മിനായി ജീവിച്ച് മുഅ്മിനായി മരിക്കാനുള്ള ഭാഗ്യം നമുക്കും ബന്ധുക്കൾക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഭയഭക്തിയോടുകൂടെ കൃത്യമായി ഓരോ സമയത്തും നിസ്കാരം നിർവഹിക്കാനുള്ള ഭാഗ്യം നമുക്കും നമ്മോട് ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും അള്ളാഹു നൽകുമാറാവട്ടെ. ഇൻഷാ അള്ളാഹ് നമുക്ക് പല ചരിത്രങ്ങളും നമുക്ക് പറയാം, പഠിക്കാം. നമ്മുടെ അയൽവാസികൾ എന്ന് പറയുന്ന വലിയൊരു വിഭാഗമുണ്ട് നമുക്ക് ചുറ്റും. ആ അയൽവാസികളോട് നാം എന്തൊക്കെ ചെയ്യണം, എന്ത് ചെയ്തുകൂടാ തുടങ്ങി മുഴുവൻ കാര്യങ്ങളും നമുക്ക് നോക്കണം. നാം അതനുസരിച്ച് ജീവിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അള്ളാഹ് നാളെ നമുക്ക് അയൽവാസികളെ സംബന്ധിച്ച് പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.